മൈലാഞ്ചിപ്പൊടി പുറത്തുനിന്ന് എടുക്കുന്നില്ല, നമ്മൾ തന്നെ നട്ട് വളർത്തി ഉണക്കി പൊടിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട്ടിലാട്ടോ. അപ്പോൾ വയനാട്ടിൽ ഇന്ന് 3-ാം ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ എന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉറപ്പൊന്നുമില്ല, അവിടെ ചെന്ന് നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ പോകുള്ളൂ. അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റണമെങ്കിൽ അവിടേക്ക് പോകും. പോകാൻ പറ്റിയില്ല, അന്ന് അവിടെ ഭയങ്കര മഞ്ഞും മഴയൊക്കെ ആയിരുന്നു. ഇന്നലെ പിന്നെ നമുക്ക് ടൈമും കിട്ടിയില്ല. പിന്നെ രാവിലെ തന്നെ നോക്കുന്നുണ്ട്, പറ്റിയേ പോകും. പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ കോഴിക്കോടിന് തിരിക്കും ചേട്ടൻ്റെ വീട്ടിലേക്ക്. കോടഞ്ചേരിയിൽ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകും. പിന്നെ അനിയത്തി ഫാമിലി അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ. ഇവിടെ കാണാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങളുടെ അവിടുത്തെ 2 ദിവസത്തെ സ്റ്റേ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. നല്ല റൂം, നല്ല ബെഡ്, നല്ല സുഖമായി കിടന്നുറങ്ങി. സൗകര്യങ്ങളൊക്കെ ഉണ്ട്. AC റൂം അല്ലാന്ന് മാത്രം. AC റൂം ഞങ്ങൾക്ക് വേണ്ടായിരുന്നു. ഞങ്ങൾ കയറി വന്നതൊക്കെ നല്ല പെരുമഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സുഖമായിട്ട് ഉറങ്ങി 2 ദിവസവും. വാഷ്റൂം ആയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഗീസർ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിന് പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ ഇവിടെ ടേബിളും ചെയറും ഉണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റൂളുണ്ട്, അവിടെ ഒരു ചെറിയ സ്റ്റൂളുണ്ട്, 2 ചെറിയ സ്റ്റൂളുകൾ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വെച്ച് എനിക്ക് ലാപ്ടോപ്പിൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റിയായിരുന്നു. ഇന്നലെ വൈകുന്നേരമൊക്കെ കിടന്നുറങ്ങാൻ വേണ്ടി വന്ന സമയത്ത് ഒരു കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ അടുത്ത് വീഡിയോസ് കാര്യങ്ങളെല്ലാം കോപ്പി ചെയ്യാനും അതിനൊക്കെ പറ്റി. അപ്പോൾ അങ്ങനെ സ്റ്റേ നല്ല സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് റൂമൊക്കെ സെറ്റ് ചെയ്തത് ചേട്ടൻ്റെ അമ്മായിയുടെ മോൻ വഴി കേട്ടോ. ആളുടെ ഫ്രണ്ട് ആരോ നടത്തുന്ന ഒരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് വഴി ഇങ്ങനെ ശരിയായി കിട്ടിയതാണ്. അപ്പോൾ ഇത് ശരിക്കും ഉള്ളത് പനമരത്താട്ടോ. പനമരത്താണ് ഈ ഒരു ഹോം സ്റ്റേ ഉള്ളത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഇന്നലെ പോയ പള്ളി, സെയിൻറ്റ് ജൂഡ്സ് ടൗൺ ചർച്ച് എന്നും പറഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ സ്റ്റേ എല്ലാം കഴിഞ്ഞ് 2 ദിവസം നല്ലപോലെ തന്നെ എൻജോയ് ചെയ്തു. ആകെ ഇന്നലെ ഒരു ദിവസം കുറച്ച് നിരാശ തോന്നിയൊരു ദിവസമാണ്. കാരണം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ മുത്തങ്ങ കാണാൻ പോകണം അല്ലെങ്കിൽ തോൽപ്പെട്ടി കാണാൻ പോകണം എന്നൊക്കെ പ്ലാൻ ഇട്ടത്. പക്ഷെ അവിടെ 2 സ്ഥലത്തും അടച്ചേക്കാണ്. ഇതിന് മുൻപ് എന്തോ ആനയുടെ ആക്രമണം കണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അടച്ചിട്ടാക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ഈ 2 സ്ഥലവും. ബാക്കി എല്ലാവരെയും നമ്മൾ വിചാരിച്ച പോലെയൊക്കെ തന്നെ പോയി കാണാൻ പറ്റി. അപ്പോൾ ഇനി ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര തുടരാണ് കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ അതാ നമ്മളിന്ന് രാവിലത്തെ യാത്ര തുടങ്ങാൻ പോണ്. ഇന്നും കൂടി ഉള്ളൂ ഞങ്ങളുടെ യാത്ര. അത് കഴിയുമ്പോൾ അവർ അവരുടെ വീട്ടിലേക്ക് പോവും, ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് കോടഞ്ചേരിക്കും പോവും. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ ഇന്നത്തെ യാത്രയ്ക്ക്? ഇന്ന് പോകാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. മഴയൊന്നുമില്ല, കാലാവസ്ഥയൊക്കെ നല്ല സൂപ്പർ കാലാവസ്ഥ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കറക്കത്തിനൊക്കെ പോവാം. ഇന്ന് എവിടേക്ക് പോണ്? ഓക്കെ. അപ്പൊ എന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളിന്ന് കാഴ്ചകളൊക്കെ കാണാൻ പോവാണ്. ടിക്കറ്റ് കിട്ടി കാണാൻ പറ്റിയ കാണും, ഇല്ലെങ്കിൽ ഞങ്ങൾ അതുപോലെ തന്നെ തിരിക്കുന്നതായിരിക്കും അല്ലേ? അതൊന്ന് ശരി, പോവാം. ഓക്കെ. ഞങ്ങൾ രാവിലെ ഒരു 6:30 കഴിഞ്ഞപ്പോൾ തന്നെ പുറപ്പെട്ടു കേട്ടോ. ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ നേരത്തെ തന്നെ പുറപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നല്ലപോലെ തന്നെ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളീ പറയുന്ന എന്നൂർ പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്ന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ക്യൂവിലൊക്കെ നിൽക്കേണ്ടി വരുമെന്നറിയാം. അതുകൊണ്ട് തന്നെ നല്ല രാവിലെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടായിരുന്നു. ഒരു 6:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ വഴികളിലൊക്കെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് രാവിലത്തെ ടൈമല്ലേ, അപ്പോൾ അങ്ങനെ കണ്ട് ഞങ്ങളിതാ എന്നൂർ എന്ന് പറഞ്ഞത് ആ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിപ്പോൾ എന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം കാണാനായിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി അവർക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അവരിതാ ക്യൂവിലേക്ക് പോകണം. ചേട്ടനും അനിയും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ വണ്ടിയിലിരിക്കണേ. അവർ 2 പേരും കൂടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു.
വണ്ടികളൊക്കെ വന്നു തുടങ്ങി. അവർക്ക് പോയി ഇതാ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ലൈനിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും വലിയേട്ടൻ വന്നതാ ഞങ്ങളെ കൊണ്ടുപോകണം. വണ്ടികളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഇതാ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മഴ ചെറുതായി പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതാ അവിടെ കേട്ടോ ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടർ അവിടെയാണ്. അപ്പോൾ ഇതാ ജോജി ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാ നിൽക്കുന്നു ഫ്രണ്ടിൽ. അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാരായി ഇപ്പം. ഇവിടെയുണ്ട് കുറേ പേര് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നടന്നു വരണുള്ളൂ. അങ്ങനെ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ടിക്കറ്റായിട്ട് അവരെത്തി. അപ്പോൾ ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട് നമുക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്നൂർ എന്ന് പറയുന്ന സ്ഥലം ഒരു മലയുടെ മുകളിലാട്ടോ. അപ്പോൾ നമുക്ക് ആ മലയുടെ മുകളിലേക്ക് എത്തുന്നവരെ അവർ ജീപ്പിന് നമ്മളെ കൊണ്ടുവന്നാക്കും. അപ്പോൾ നമ്മൾ നടക്കേണ്ടതില്ല, നമ്മുടെ വണ്ടിക്ക് പോകേണ്ടതുമില്ല. ആ വഴി കൂടെ പോകാനും ബുദ്ധിമുട്ടാണ് നമ്മുടെ വണ്ടിക്കും. അപ്പോൾ അതുപോലെ തന്നെ നടന്നു പോകാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ജീപ്പിന് നമ്മളെ കൊണ്ടുവന്നാക്കും. അപ്പോൾ അങ്ങനെ ഓരോരോ ജീപ്പ് നിറയുമ്പോൾ അടുത്ത ജീപ്പായിട്ട് അങ്ങനെ അവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ ഇവരെല്ലാവരും പോയി കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ട്രിപ്പിൽ ഞാനും ചേട്ടനും മാത്രമായി. ബാക്കി എല്ലാവരും ഞങ്ങളുടെ ജീപ്പിൻ്റെ തൊട്ട് മുൻപത്തെ ജീപ്പിലായിട്ട് അവരിതാ പോയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത ജീപ്പിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും തന്നെ നമുക്കുള്ള ജീപ്പ് എത്തി. അപ്പോൾ അങ്ങനെ ഞാനും ചേട്ടനും വേറെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അടുത്ത ജീപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജീപ്പിൽ എന്തായാലും ഫ്രണ്ട് സീറ്റിൽ തന്നെ പ്ലേസ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് റോഡൊക്കെ നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ റോഡുകളൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ കാണാം. അതുപോലെ തന്നെ നല്ല കയറ്റം കേട്ടോ. മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ കുന്നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ജീപ്പിൽ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ വഴിയാണെങ്കിലും വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് അവിടുത്തെ ഡ്രൈവേഴ്സ് നല്ല എക്സ്പേർട്ട് തന്നെയാണെന്ന് പറയാം. അവർ നമ്മളെ അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ മുകളിലേക്ക് എത്തിച്ചു കേട്ടോ. മലയുടെ മുകളിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഏറ്റവും മുകളിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും മുകളിൽ എത്തിയിട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് നമുക്ക് 4 ചുറ്റുമുള്ള വ്യൂ നല്ല സൂപ്പറാണ്. സീനറിയൊക്കെ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈറ്റിലാട്ടോ ഈ ഒരു എന്നൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇത് ഗോത്ര പൈതൃക ഗ്രാമം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ എന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാനുള്ളത് നല്ല അടിപൊളി സീനറി. അതുപോലെ തന്നെ നമ്മുടെ ട്രൈബൽ പീപ്പിള് അവർ പണ്ട് താമസിച്ചിരുന്ന ഒരു ഏരിയയാണെന്ന് പറഞ്ഞത്. ഇത് അതിനെ ഇപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ കോൺക്രീറ്റൊക്കെ ചെയ്ത ആ സ്ഥലത്ത് മണ്ണുകൊണ്ടൊക്കെ അവർ കവർ ചെയ്ത് അങ്ങനത്തെ ഒരു സെറ്റപ്പാക്കി എടുത്തിരിക്കുക കേട്ടോ. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ നമ്മൾ കാണാൻ വന്നിരിക്കുന്ന ഈ ബിൽഡിങ്ങിൽ ട്രൈബൽ പീപ്പിളൊന്നും ഇല്ല. പക്ഷെങ്കിലും അവർ പണ്ട് താമസിച്ച ഒരു ഏരിയനെ അവർ ആ രീതിയിലൊക്കെ ആക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പിക്നിക് സ്പോട്ടും കൂടിയാണ്. ആൾക്കാരൊക്കെ വന്ന് കാണുന്നൊരു സ്ഥലമാണ്. നല്ല ഉയരത്തിൽ നിന്ന് നമുക്കിത് കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ ഏറ്റവും ആദ്യത്തെ ദിവസം കണ്ട വയനാട് അൾട്രാ പാർക്കാട്ടോ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്കിവിടെ കാണാം. അതാണ് ഞാൻ സൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ സീനറി ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് CG ഫാമിലി അവരെടുത്തിട്ടുണ്ട് ഫോട്ടോസ്. പിന്നെ കുട്ടികളുടെ ഒപ്പം അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരായിട്ടോ അങ്ങനെയൊക്കെ മാറ്റി മറിച്ചൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ സീനറി തന്നെയെന്ന് പറയാം. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പയ്യെ അവരുടെ ആ വീടുകളെല്ലാം കാണാനായിട്ട് നമ്മൾ കയറി പോകണം കേട്ടോ. പിന്നെ നമുക്ക് മുകളിലേക്ക് കയറി പോകണം. അപ്പോൾ പോരുന്ന വഴികളൊക്കെ കാണാൻ നല്ല രസം കേട്ടോ. അപ്പോൾ ഓരോ വളവിലും ഓരോ സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നിന്നെടുത്ത ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ ഇനിയും മുന്നോട്ടേക്ക് പോകാനുണ്ട്. ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ട്രൈബൽ പീപ്പിളിൻ്റെ മാർക്കറ്റൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് എത്തണം. അപ്പോൾ നമ്മൾ പയ്യെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവരിങ്ങനെ നല്ല രസമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വഴികളൊക്കെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകാൻ. അതെല്ലാം മണ്ണുകൊണ്ടുള്ള ഒരു കോട്ടിങ് കൊടുത്തേക്കാണ്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയേക്കെന്തെന്ന് തോന്നും. പക്ഷേ മണ്ണുകൊണ്ടല്ല, ഉള്ളിലൊക്കെ കോൺക്രീറ്റ് വർക്കൊക്കെ കേട്ടോ. അപ്പോൾ നല്ല ഉയരത്തിലാണ് നമുക്കിങ്ങനെ കയറി ഒത്തിരി മുകളിലേക്ക് എത്തണം. മുകളിൽ അവരുടെ വീടുകളുണ്ട്, അവർ താമസിച്ചിരുന്ന പോലത്തെ വീടുകളുണ്ട്. പിന്നെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ പാട്ടുപാടിയും അവർ എൻജോയ് ചെയ്തിരുന്ന അങ്ങനത്തെ സ്ഥലങ്ങളും അങ്ങനത്തെയൊക്കെ കാണാട്ടോ നമുക്ക് മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ.
താഴേന്ന് ഞങ്ങളിങ്ങനെ കയറി പോകുന്ന സമയത്ത് പല പല സ്പോട്ടുകളിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. പിന്നെ താഴേന്ന് നമ്മൾ മുകളിലേക്ക് നടന്ന് കയറി മടുത്തൊക്കെ വരുന്നവർക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കരിക്കൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കരിക്കും വെള്ളം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റിനനുസരിച്ച് നമുക്ക് കരിക്കും വെള്ളമൊക്കെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് അവരുടെ ട്രൈബൽ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയുള്ളതെന്നൊക്കെ നമുക്ക് പോയി കാണാം. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നതാണ്, ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. നമുക്ക് എന്തായാലും പോയി ഒരുമിച്ച് പോയി കാണാം. നമ്മൾ കയറുന്നതിന് മുൻപായിട്ട് ഇതാ കടകളുടെ സൈഡുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോരോ കടയിൽ എന്താ ഉള്ളതെന്ന്. അപ്പോൾ ഇത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ കടയാണ്. പിന്നെ ഇത് കരകൗശല ഉൽപ്പന്നങ്ങളുടെ കടയാണ്. അപ്പോൾ ബാംബൂ ടൈപ്പ് ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ടാക്കിയതൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റി. പിന്നെ ഞങ്ങളിതാ അടുത്ത കടയിലേക്ക് കിടക്കണം. അപ്പോൾ ഇവിടെ തേൻ, അതുപോലെ പല പല പിക്കിൾസ്, പിന്നെ പൊടികൾ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ പല പൊടികളും. നീലാമരി ചേച്ചി ഒറിജിനലാണോ? അതെ, പ്യുവറാണ്. പിന്നെ മറ്റേ മൈലാഞ്ചി പൊടി പുറത്തുനിന്ന് എടുക്കുന്നില്ല, നമ്മൾ തന്നെ നട്ട് വളർത്തി ഉണക്കി പൊടിക്കുന്നതാണ്. ആണല്ലേ? അപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട് നീലാമരിയുടെയും മൈലാഞ്ചിയുടെയും ഒക്കെ ഓരോ പാക്കറ്റ്. പിന്നെ ഇവിടെ ഈ കടയിൽ നിന്ന് തന്നെ നമുക്ക് ചായപ്പൊടി, ഏലക്കായ, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നതെല്ലാം ഒറിജിനലാണ്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കണമെന്ന് അങ്ങനത്തെ വേറെ കൂട്ടൊന്നും അതിനകത്തില്ല, ഒരു കൂട്ടും മിക്സ് അല്ല, നല്ല ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതെന്ന്. പിന്നെ ഞാൻ ഇവിടെ ക്രീം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഒരു ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചുണ്ടിന് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ, ഒക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഇതായത് ഒരെണ്ണം എടുക്കുന്നുണ്ട്. ചേച്ചി വളരെ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഇവിടെ വേദനയ്ക്കൊക്കെയുള്ള തൈലം, മുടിയെണ്ണ, താരൻ, മൈഗ്രെയിൻ ഓയിൽ, അങ്ങനെ മരുന്ന് ഐറ്റംസുകളാണ്. ഇത് വേറൊരു കട. ഇതിനകത്ത് നമുക്ക് പുൽത്തൈലം, യൂക്കാലി തൈലം, അങ്ങനത്തെയൊക്കെ പല ഓയിലുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടും കേട്ടോ. ഇത് വേറൊരു ഷോപ്പ്. ഇതിനകത്ത് നമുക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസുകൾ കിട്ടും, അതുപോലെ പല പച്ചക്കറികളുടെയൊക്കെ വിത്തുകൾ, പിന്നെ മരുന്നുകൾ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അതുകൂടാതെ ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പണ്ട് ട്രൈബൽ പീപ്പിൾ താമസിച്ചിരുന്ന സമയത്ത് അവരുടെ വേ ഓഫ് ലൈഫിൻ്റെ ഓരോരോ ഫോട്ടോസായിട്ട് അവർ അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല, എല്ലാം കണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ എന്നൂരിൻ്റെ ആ ഒരു ദൂരെ നിന്നുള്ള ഒരു സീനാട്ടോ അത് ഈ രീതിയിൽ. പിന്നെ ഒത്തിരി ആൾക്കാർ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും എത്തിയിട്ടില്ല പ്രോപ്പർ സ്ഥലത്തേക്ക്. അങ്ങ് ദൂരെ കാണുന്നതാണ് അവർ താമസിച്ചിരുന്നു എന്ന് പറയുന്ന ഹട്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടേക്കൊക്കെ നമ്മൾ എത്താൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോകേണ്ട വേലാണ്. അപ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് ഇനിയും നീങ്ങാം. നമുക്കിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് ദൂരം നടന്ന് നീങ്ങാനുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് മടുപ്പൊന്നും തോന്നില്ല. എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞ് അങ്ങനെയൊക്കെ പോകുമ്പോൾ, തമാശയൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നമുക്ക് ടൈം പോകുന്നത് ഞങ്ങൾക്കൊന്നും ഒട്ടും ഫീൽ ചെയ്ത് പോലില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ഇതാ ഹട്ട്സുകളൊക്കെ കാണാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഹട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതാ ഒരു ഹട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ പാട്ടൊക്കെ കേട്ടു. പാട്ടില്ല മ്യൂസിക് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കേട്ടതാ. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കാണിച്ചു തരാം കേട്ടോ. ആ മ്യൂസിക് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ 2-3 ചേട്ടന്മാർ ഇങ്ങനെ കൊട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാണാൻ വന്ന ആൾക്കാരിൽ നിന്നും തന്നെ കുറേ പേര് അവരുടെ ഒപ്പം തന്നെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി ആയിട്ടായിരുന്നു. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് മുന്നോട്ടേക്ക് നടക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ട്രൈബൽ പീപ്പിൾ പണ്ട് താമസിച്ചിരുന്ന ഹട്ട് എന്ന് പറഞ്ഞ് അവരിപ്പോൾ അതിനൊരു ഒറിജിനാലിറ്റി ഫീലിംഗ് കാണിച്ചുകൊണ്ട് അന്ന് അതുമ്പോൾ കുറച്ച് റിപ്പയറിങ് വർക്കൊക്കെ ചെയ്ത് സെറ്റപ്പാക്കി എടുത്തിരിക്കുന്ന വീടുകളാണ്. നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ എല്ലാവരും ലൈനായിട്ട് പോകുന്നു, കാണുന്നു, തിരിച്ചു പോകുന്നവരുണ്ട്. കുറേ പേര് അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നവരുണ്ട്. ഒത്തിരി പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ സമയത്ത്. അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പുറത്തുനിന്നൊക്കെ ആയാലും നല്ല വ്യൂ കിട്ടിയിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുകളിലത്തെ കാഴ്ചകളൊക്കെ ഒരുവിധം തന്നെ കണ്ട് തീർത്തു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങണം കേട്ടോ. അപ്പോഴേക്കും ഏതോ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് വലിയൊരു ലൈൻ
ഒത്തിരി കുട്ടികളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ പയ്യെ ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ സ്കൂൾ കുട്ടികളാണെന്നാണ് ഞങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. ഒത്തിരി പേരുണ്ട്, സ്കൂൾ മൊത്തം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരിങ്ങനെ ഇവിടെ കാണാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഇതാ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ പയ്യെ ഇതാ ഇറങ്ങണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തോട് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി നമ്മൾ പുറത്തേക്ക് ഗേറ്റിൻ്റെ പുറത്തേക്കൊക്കെ എത്തിയപ്പോഴേക്കും തന്നെ നമുക്ക് തിരിച്ച് നമ്മളെ കൊണ്ടുവന്നാക്കാനുള്ള ജീപ്പുകളെല്ലാം അവിടെ റെഡി ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരോ ജീപ്പുകളിലായിട്ട് കയറി പോകാം. അപ്പോൾ ഒരു ജീപ്പിൽ കൊള്ളാവുന്ന അത്ര ആൾക്കാർ അവർ ഒരു ട്രിപ്പിന് കൊണ്ടുപോകും, അടുത്ത ആൾക്കാർ അടുത്ത ജീപ്പിൽ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും തിരിച്ചു പോരാൻ നേരത്തെ എല്ലാവരും കൂടെ ഒരുമിച്ച് സെയിം ജീപ്പിന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീണ്ടും നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ജീപ്പിൽ നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചും കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഇതാ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഇതാ നടക്കണം കേട്ടോ. അപ്പോൾ അവിടേക്ക് ഒരു കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ ചെന്ന് നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മുടെ വയനാട് ട്രിപ്പൊക്കെ നമ്മളിനി അവസാനിപ്പിച്ച് ഇതാ ഇനി തിരിച്ചു പോകണം. അപ്പോൾ ഒരു 2-2.5 ദിവസത്തോളം നമുക്ക് ഇവിടെയൊക്കെ കറങ്ങാനായിട്ട് കിട്ടി. വയനാട് ഇത്രയും നല്ല സുന്ദരമായൊരു സ്ഥലം നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ വളരെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നിങ്ങളിതുവരെ പോയി കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വയനാടൊക്കെ പോയി കാണണം. അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ 2 സ്ഥലം നമുക്ക് കാണാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്നാലും നല്ല സൂപ്പർ സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഈ 2.5 ദിവസം എത്ര വേഗത്തിൽ തീർന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. അത്രയും ഞങ്ങൾ ആസ്വദിച്ചു. രാത്രി കിടക്കാൻ റൂമിലേക്ക് വരുന്ന സമയത്ത് കിടന്നുറങ്ങിയതല്ലാതെ ബാക്കി ഫുൾ ടൈം ഞങ്ങൾ കറക്കത്തിൽ തന്നെയായിരുന്നു. നല്ല സന്തോഷമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ നല്ലൊരു ട്രിപ്പായിരുന്നു വയനാട്ടിലേക്കുള്ള ട്രിപ്പ്. ഞങ്ങളുടെ ഫാമിലി അതുപോലെ തന്നെ സിജി ഫാമിലി ഞങ്ങൾ ഒരുമിച്ച്. സണ്ണി ഫാമിലിനെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്തു. അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സന്തോഷം ഞങ്ങളുടെ ഇരട്ടിച്ചായിരുന്നു തന്നെ. പക്ഷേ അവർക്ക് വരാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ വന്ന് കണ്ടോളാന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ എന്ത് എമർജൻസി ആവശ്യങ്ങൾ വന്നാലും അമ്മേനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സണ്ണി അടുത്ത് തന്നെ വേണം. കാരണം സണ്ണിയാണ് അമ്മേനെ എടുത്ത് വീൽ ചെയറിലേക്ക് ഒക്കെ ഇരുത്തുകയും അതുപോലെ വണ്ടിയിലേക്കൊക്കെ കയറ്റാനൊക്കെ ആയാലും സണ്ണി കൊണ്ട് തന്നെ പറ്റുള്ളൂ. നമുക്കങ്ങനെ അമ്മേനെ എടുത്ത് വീൽ ചെയറിലേക്ക് ഒന്നും എടുത്തിരുത്താനൊന്നും പറ്റില്ല. നമുക്ക് മറ്റുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നല്ലാതെ അമ്മേനെ എടുത്ത് വീൽ ചെയറിലൊക്കെ ഇരുത്താനോ അല്ലെങ്കിൽ വണ്ടി കയറ്റാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. സണ്ണി ഇപ്പോൾ അങ്ങനെ ചെയ്ത് അമ്മയ്ക്കായാലും സണ്ണി അത് ചെയ്ത് കൊടുക്കുമ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. നമ്മൾ പിന്നെ 2-3 പേരൊക്കെ ആയിട്ട് അമ്മേനെ പിടിച്ച് കയറ്റിയൊക്കെ ഇരുത്താന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും, കാലിൻ്റെ ഉള്ളിൽ റോഡുള്ളത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് സണ്ണി തന്നെയാണ് അങ്ങനെ ചെയ്യാറുള്ളൂ. സണ്ണി ചെയ്യുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം കൂടുതൽ. അപ്പോൾ സണ്ണിക്ക് അങ്ങനെ 2-3 ദിവസത്തേക്കൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ മാറി നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സണ്ണി പറഞ്ഞായിരുന്നു ഞാനിപ്പോൾ വന്നില്ല, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പോയി കണ്ടോളാമെന്ന്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി. പിന്നെ അങ്ങനെ ഓക്കെ പറഞ്ഞു. അവർ പിന്നെ പോയി കണ്ടോളാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ സമ്മതിച്ച് ഞങ്ങൾ പോന്നു. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം നമ്മുടെ ചില ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് കാണാത്തവരായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ അവർക്ക് ചിലവർക്കൊക്കെ കമൻറ്റിലൂടെ ചിലർ ചോദിക്കുന്നുണ്ട്, സണ്ണി ഫാമിലിക്ക് വരാൻ പറ്റാഞ്ഞത് അവർക്ക് അമ്മേനെ നോക്കാൻ ഉള്ളത് കൊണ്ടല്ലേ, അപ്പോൾ അതെന്താ പറയാഞ്ഞെന്ന്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം എൻ്റെ വീഡിയോസും അതുപോലെ തന്നെ അവരുടെ വീഡിയോസും കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം അവരാണ് അമ്മേനെ നോക്കുന്നത്, അവരാണ് അമ്മയുടെ കൂടെ നിൽക്കുന്നതെന്ന്. ഞങ്ങൾ പെൺമക്കൾ, ഞങ്ങൾ കെട്ടിച്ചു വിട്ടവരാണ്. അപ്പോൾ ഞങ്ങൾക്കും പരിമിതികളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് നിന്ന് അമ്മേനെ നോക്കി അമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്കിപ്പോൾ വീഡിയോയിൽ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാം കാണിക്കാറില്ല, അവരും കാണിക്കാറില്ല എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ എപ്പോഴൊക്കെ വീട്ടിൽ പോകണേ, എപ്പോഴൊക്കെ വരണം, നമുക്ക് പറ്റുന്ന ചില സന്ദർഭങ്ങളിൽ മാത്രം നമ്മൾ വീഡിയോസ് എടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഹോട്ടലിൻ്റെ അടുത്ത് എത്തി. ഇതാ ഹോട്ടലിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഇതാ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഓരോരോ ഐറ്റംസ് മാറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലർ പൊറോട്ട, ചിലർ ചോറ്, ചിലർ ചിക്കൻ ബിരിയാണി, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളനുസരിച്ച് ഫുഡൊക്കെ ഓർഡർ കൊടുത്തായിരുന്നു. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ആയിട്ട് ഇതാ ഭക്ഷണം കഴിച്ചു തുടങ്ങി കേട്ടോ.
അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് നല്ലപോലെ തന്നെ ടൈമൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാ എല്ലാവരും ഇറങ്ങാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പിരിയാണ്. അവർ തിരിച്ചു പോകണം. അതുപോലെ തന്നെ ഞങ്ങൾ കോടഞ്ചേരി വീട്ടിലേക്കും തിരിച്ചു പോകണം. അപ്പോൾ ഇവിടെ വെച്ച് ഇതാ എല്ലാവരും ബൈ ബൈ പറഞ്ഞ് പിരിയാണ് കേട്ടോ. ശരി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതവിടെ ഫ്രണ്ടിൽ, 5 മോള് ബാക്കിലുണ്ട്. ഇതായിരിക്കുന്നു 5 ബാക്കിൽ. പിന്നെ അവർ പോയി കഴിഞ്ഞു. പിന്നെ ഇവിടുന്ന് അധികം ദൂരമില്ല. നമ്മളിപ്പോൾ അടിവാരത്തു നിന്നാണ് പോകുന്നത്. അടിവാരത്ത് നിന്ന് എത്ര ദൂരമുണ്ട് നമ്മുടെ വീട്ടിലേക്ക്? 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്തായാലും എത്തും അല്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. ബൈ ബൈ.